ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് പുതിയൊരു ജോബ് ന്യൂസുമായിട്ടാണ്. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിൽ ജോലി നേടാൻ അവസരം. അപ്പോൾ എന്തൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാം. അതിനു മുമ്പ് നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് കൂടി ഈ ഒരു ജോബ് ന്യൂസ് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് ജോലി ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് സെന്റർ വഴി വിസിൽ മാനേജിംഗ് ഡയറക്ടറുടെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് മാനേജിംഗ് ഡയറക്ടർ തസ്തികയിലേക്ക് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും ഓൺലൈൻ അപേക്ഷകൾ ക്ഷണിക്കുന്നു. താല്പര്യമുള്ളവർ ഈ അവസരം കൃത്യമായിട്ട് വിനിയോഗിക്കുക. അപ്പോൾ പ്രധാന തീയതികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് നോക്കുക. ജൂലൈ 1 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജൂലൈ 15 ലാസ്റ്റ് ഡേറ്റ്. അപ്പം മാക്സിമം എല്ലാവരും എന്ത് ചെയ്യുക, യോഗ്യരായിട്ടുള്ളവരൊക്കെ എന്ത് ചെയ്യുക, ഇതിനു വേണ്ടിയിട്ട് അപേക്ഷിക്കുക. ഇനി ജോലി കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ആണ്. യോഗ്യത കാര്യങ്ങളോടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ക്ലാസ് ബിരുദവും കമ്പ്യൂട്ടർ പ്രവർത്തനത്തിൽ മികവും. പിന്നെ പ്രവൃത്തി പരിചയം എന്ന് പറയുന്നത് കുറഞ്ഞ 2 വർഷം സർക്കാരോ അല്ലെങ്കിൽ അർദ്ധ സർക്കാരോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ എക്സ്പീരിയൻസ് വേണമെന്നാണ് അവർ പറയുന്നത്. ഓക്കെ. കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ്, പേഴ്സണൽ അസിസ്റ്റന്റ്, സെക്രട്ടറി ഇത്തരത്തിലുള്ള പരിചയമുള്ളവർക്ക് മുൻഗണനയുണ്ട്. ഓക്കെ. പ്രായം 35 വയസ്സ്. ശമ്പളം എന്ന് പറയുന്നത് 30,000 ആണ് പറയുന്നത്. പിന്നെ എന്തൊക്കെയാണ് ഉത്തരവാദിത്തങ്ങൾ എന്നൊക്കെയാണ് പറയുന്നത്, അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. പിന്നെ ആവശ്യമായിട്ടുള്ള കഴിവുകൾ, ഇംഗ്ലീഷിൽ നല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ആൾക്കാർക്ക് ആണ് ഇതിനു വേണ്ടിയിട്ട് അപേക്ഷിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. പിന്നെ അപേക്ഷ എങ്ങനെ നൽകാം എന്നുള്ളത് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ. ഔദ്യോഗിക വെബ്സൈറ്റിൽ സന്ദർശിക്കുക. അവിടെ ഒരു ലിങ്ക്, നമ്മുടെ ലിങ്ക് നമ്മൾ എന്ത് ചെയ്യും, ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ്. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവരുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. അതുവഴി വെബ്സൈറ്റിൽ റിക്രൂട്ട്മെന്റ് വിഭാഗത്തിൽ നിന്നും ഓൺലൈൻ അപേക്ഷ എന്ത് ചെയ്യുക, ഫോം പൂരിപ്പിക്കുക. ഓക്കെ. പിന്നെ എന്തൊക്കെയാണ് അപേക്ഷാ ഫോമിൽ വേണ്ടത്, പിന്നെ ഫോട്ടോ സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യേണ്ട ഒരു കാര്യം വരുന്നുണ്ട്. സോ ഫോട്ടോയുടെ കാര്യം പറയുമ്പോൾ 200 KB താഴെയും JPG ഫോർമാറ്റിലും ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സിഗ്നേച്ചർ ആയിരിക്കുമ്പോൾ 50 KB താഴെയും JPG ഫോർമാറ്റിലും ആയിരിക്കണം. സിഗ്നേച്ചർ മുഴുവനായും വെള്ള പേപ്പറിൽ ഒപ്പിട്ട് സ്കാൻ ചെയ്യണം. വലിയ അക്ഷരങ്ങളിൽ ഒപ്പിടുന്നതും ചുരുക്കി എഴുതുന്നതൊക്കെ അനുവദനീയമല്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ അപേക്ഷാ സഹായത്തിനായിട്ട് നമുക്ക് ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ഈ ഫോം ഫില്ല് ചെയ്യുമ്പോൾ വരികയാണെങ്കിൽ, എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ വരികയാണെങ്കിൽ നമ്മളിവിടെ കൊടുത്തിട്ടുള്ള ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. പക്ഷെ വിളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രവൃത്തി ദിവസങ്ങളിൽ മാത്രമാണ് ഇതിലേക്ക് വിളിച്ചാൽ കിട്ടുകയുള്ളൂ. സോ തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ഏത് ദിവസങ്ങളിലും 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ നിങ്ങൾ ഈ ഒരു ഹെൽപ്പ് ഡെസ്കിൽ വിളിച്ചാൽ അവർ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യുന്നതാണ്. സോ ഇത്രയും കാര്യമാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ. താങ്ക് യു ഫോർ വാച്ചിങ്.